ഈ ദേഷ്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു വികാരമാണ്. അത് വരാതെ നോക്കണം, വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം, അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരിക്കൽ ദ്വാരകയിൽ ഭഗവാൻ ഇങ്ങനെ ഉദ്യാനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ എന്താണാവോ പറ്റിയത് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഭർത്താവുമായിട്ട് എന്നും യുദ്ധമാണ്, രാമരാവണ യുദ്ധമാണ്, യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സമയമില്ല, എനിക്ക് മടുത്തു, ഉപദ്രവം സഹിക്ക വയ്യാതായിരിക്കണം, അപ്പം ഞാൻ മരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനു മുൻപ് ഇവിടെ വന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അതൊന്ന് തെളിയിച്ചു പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം ഒന്ന് പറയുമ്പോൾ ഞാൻ 2 പറയും, അദ്ദേഹം 2 പറയുമ്പോൾ ഞാൻ 4 പറയും, അദ്ദേഹം 4 പറയുമ്പോൾ ഞാൻ 8 പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഗംഭീര വഴക്കായിട്ട് വരിക. ഭഗവാന് കാര്യങ്ങൾ മനസ്സിലായി. ഭഗവാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാന്റെ കയ്യിലുള്ള ഉടക്കുള്ളിൽ 2 കഷ്ണമാക്കി മുറിച്ചു. എന്നിട്ട് ഒരു കഷ്ണം ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഈ ഉടക്കുള്ളിൽ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം നല്ല മനസ്സമാധാനം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ബഹളം ഉണ്ടാവില്ല, വഴക്കുണ്ടാവില്ല, ചീത്ത പറയില്ല, ഉപദ്രവം ഒന്നും ഉണ്ടാകില്ല, എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഉടക്കുള്ളിൽ ഊതണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് തിരികെ പോയി. അപ്പോൾ ഇദ്ദേഹം വഴക്കിനായിട്ട് വരുന്ന സമയത്ത് ഈ സ്ത്രീ ഓടക്കുഴൽ ഊതും. അപ്പോൾ ഈ ശബ്ദം കൊണ്ട് അദ്ദേഹത്തിനൊന്നും എതിർത്ത് പറയാനായിട്ടും പറ്റണില്ല. ഈ ശബ്ദം മാത്രമായതുകൊണ്ട് ഈ സ്ത്രീ ഒന്നും പറയണില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അവസാനം ഒന്നും പറയാൻ പറ്റാണ്ടായപ്പോൾ അദ്ദേഹം നിർത്തിപ്പോയി. അപ്പോൾ ഈ സ്ത്രീക്കും സമാധാനമായി. ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ഒരു മഹത്വേ എന്നാണ് പറയണത്. അങ്ങനെ വഴക്കില്ലാതായി. പിന്നെ ഒരു ദിവസം ഈ സ്ത്രീയെ ഭഗവാൻ കണ്ടു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഇനി ഇതുപോലുള്ള ഓടക്കുഴലുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എണ്ണം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തേലും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതേപോലുള്ള കുറച്ച് പേര് മനസ്സമാധാനം ഇല്ലാതെ കഴിയുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഈ സ്ത്രീ മിണ്ടാതിരുന്നപ്പോൾ അവിടുത്തെ വഴക്കുകളൊക്കെ മാറി. അപ്പോൾ ഒരാൾ ദേഷ്യം പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എതിർത്ത് പറയാൻ നിന്നാൽ, ഒപ്പത്തിനൊപ്പം പറയാൻ നിന്നാൽ ആ ദേഷ്യം കൂടുകയും വഴക്ക് കൂടുകയുമാണ് ചെയ്യുക. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രമേണ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒന്നും പറയാനായിട്ട് തോന്നിപ്പിക്കില്ല. ആ ദേഷ്യം അവിടെ തീരും, ആ വഴക്ക് അവിടെ തീരും.